ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മൾ ഈയൊരു അന്തർയോഗത്തിൽ ഈ പ്രാവശ്യം ഭഗവത്ഗീത 5-ാമത്തെ അധ്യായമാണ് ശ്രദ്ധിക്കുന്നത്. ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ജ്ഞാന കർമ്മ സന്യാസയോഗം എന്നുള്ളതാണ്. നമ്മൾ സത്സംഗത്തെ ഇച്ഛിച്ച് വന്നിട്ടുള്ള അഥവാ സത്സംഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട് വന്നിട്ടുള്ള സജ്ജനങ്ങളാണ്. നമ്മുടെ പൂർവികമായിട്ടുള്ള സംസ്കാരം നമ്മൾ പോലും അറിയാതെ സത്സംഗത്തിലേക്ക് എത്തിക്കുന്നതാണെന്ന് പറയാം. ഇനി ആ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ടായി നമ്മൾ കണ്ടെത്തുന്നതാണെന്നും പറയാം. ഏതായാലും ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് സത്സംഗത്തിലേക്കുള്ള ശ്രദ്ധ ഉണ്ടാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ നമ്മളെ അറിയിക്കുന്നത്. ഈശ്വര അനുഗ്രഹം എന്നുള്ളതാവട്ടെ നമുക്ക് യാദൃച്ഛികമായിട്ടുണ്ടാവുന്നതല്ല. അതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളും ഉപാസനകളുമൊക്കെയാണ്. ആ കർമ്മങ്ങൾക്കും ഉപാസനയ്ക്കുമൊക്കെ അനുസരിച്ചിട്ട് സൽക്കർമ്മങ്ങളും ഉപാസനകളുമൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആർജിക്കുന്ന ആ ഒരു സംസ്കാരം, ആ സംസ്കാരമാണ് നമ്മളിൽ സദ്വിഷയത്തിലേക്കുള്ള ഇച്ഛ ഉണ്ടാക്കുന്നത്. നമ്മളെ ഈശ്വരീയമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ, അപ്പം നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും, അഥവാ നമ്മൾ സത്സംഗത്തെ കണ്ടെത്തുക എന്ന് പറയുകയാണെങ്കിൽ പോലും അവിടെ അതിനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ആ ഒരു പൂർവികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സത്സംഗത്തിൽ, ഈ ഒരു ഗീതാ വിചാര സത്രത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവരെല്ലാവരും തന്നെ സുകൃതികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പറയും യത് സാരഭൂതം തദുപാസിതവ്യം. എന്താണ്? സാരഭൂതമായിട്ടുള്ളതിനെ ഉപാസിക്കണം. അല്പശ്ചകാലോ ബഹോഹി വിഘ്നാഹ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരം ഇവ അമ്പുമിശ്രാത് എന്നാണ് പറയുക. നമുക്ക് ആയുസ് കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിൻ്റെ ഉള്ളിൽ സദ്വിഷയത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ആയുസ് വളരെ കുറവാണ്. ബഹവോഹി വിഘ്നാഹ എന്ന് പറയും. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ചകാലോ ബഹവോഹി വിഘ്നാഹ. ശാസ്ത്രങ്ങൾ നമുക്ക് പലവിധത്തിലുള്ള അറിവ് പകർന്നു നൽകുന്ന പലവിധത്തിലുള്ള ശാസ്ത്രങ്ങളുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. ഈ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കത്തക്കതായിട്ടുള്ള വിഷയങ്ങൾ പലതുണ്ട്.
അപ്പോൾ നമുക്കൊരു ജിജ്ഞാസയൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സത്സംഗത്തിനുള്ള പ്രേരണ ഉണ്ടായി. ഇനി ഏത് വഴിക്ക് പോകണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സംഗതി കൊണ്ട് തന്നെ, അതായത് ശാസ്ത്രങ്ങൾ അനന്തമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പ്രയാസം തോന്നിയെന്ന് വരാം. ഏത് ശാസ്ത്രം പഠിക്കണം, ഏത് ഉപാസന ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പ്രയാസം ഉണ്ടായി എന്ന് വരാം. അവിടെയാണ് ഈ ഒരു ശ്ലോകം പ്രസക്തമായിട്ട് തീരുന്നത്. പറയാണ്, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവോ ഹി വിഘ്നാഹ. കാലം അല്പമേ ഉള്ളൂ, 100 വയസ്സാണ് പരമാവധി ആയുസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്പശ്ച കാലഹ ബഹവോ ഹി വിഘ്നാഹ, പല വിധത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് താൻ. അപ്പം അങ്ങനെയുള്ളൊരവസരത്തിൽ യത് സാരഭൂതം, എന്താണോ സാരഭൂതമായിട്ടുള്ളത്, തദുപാസിതവ്യം, അതിനെ നമ്മൾ ഉപാസിക്കണം എന്നാണ് പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം, എങ്ങനെയാണോ ക്ഷീരം അമ്പുമിശ്രമായിട്ടുള്ള ക്ഷീരത്തിൽ നിന്നും വെള്ളം കലർന്നിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളം കലർത്തിയിട്ടുള്ള പാലിൽ നിന്ന് വെള്ളത്തെ മാറ്റിയിട്ട് എങ്ങനെ ഹംസം പാലിന് മാത്രം സ്വീകരിക്കുമോ അതുപോലെ സാരഭൂതമായിട്ടുള്ളതിനെ ഉപാസിക്കണം എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സാരഭൂതമായിട്ടുള്ള ഒരു ഉപദേശ ഗ്രന്ഥമായിട്ട് ഈ ഭഗവത്ഗീത നിൽക്കുകയാണ്. ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമായിട്ട് നിലകൊള്ളുന്ന വേദം അഭ്യുദയ നിശ്രേയസങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ശാസ്ത്രമാണ് വേദം എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം. അതിനാണ് അഭ്യുദയം എന്നുള്ള വാക്ക് അതിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് അഭ്യുദയം ഉണ്ടാവണം. പക്ഷേ അഭ്യുദയത്താൽ മാത്രം നമുക്ക് തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. ന വിത്തേന തർപ്പണീയോ മനുഷ്യ എന്ന് കഠോപനിഷത്തിൽ നചികേതസ് പറയുന്നുണ്ട്. വിത്തം കൊണ്ട്, ബാഹ്യമായിട്ടുള്ള നേട്ടത്തെ കൊണ്ട് തൃപ്തിയാക്കപ്പെടുന്നവനല്ല മനുഷ്യൻ. തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അഭ്യുദയം നമുക്ക് ആവശ്യമാണ്. ബാഹ്യലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സുഖവും സുരക്ഷിതത്വവും ആവശ്യമാണ്. ആ സുഖത്തിനും സുരക്ഷിതത്വത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണം. പക്ഷേ നമ്മൾ എത്രത്തോളം ബാഹ്യ സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുള്ളതല്ല. ബാഹ്യ വിഷയങ്ങൾക്ക് സ്ഥായിയായിട്ടുള്ള ദോഷമുണ്ട്, അനിത്യത്വം എന്നുള്ള ദോഷം. ആ ഒരു ദോഷത്തോടൊത്തിട്ടുള്ള അപൂർണമായിട്ടുള്ള, മാത്രമല്ല ഭഗവാൻ പറയും അനിത്യം അസുഖം ലോകം. ഗീതയിൽ ഭഗവാൻ ഈ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അനിത്യവും അസുഖപ്രദവുമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ നമുക്ക് നിത്യശാന്തി, പൂർണ്ണമായിട്ടുള്ള തൃപ്തി കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് അഭ്യുദയം നേടാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. താൽക്കാലിക തൃപ്തി ഉണ്ടാവും, പക്ഷേ ആത്യന്തികമായിട്ടുള്ള തൃപ്തി നമുക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ആത്യന്തികമായിട്ടുള്ള തൃപ്തി, അതിനുള്ള ഉപായവും വേദം ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. കേവലം അഭ്യുദയം മാത്രമാണ് ഉപദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദം ഒരു പൂർണ്ണ ശാസ്ത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അഭ്യുദയം മാത്രമല്ല വേദം ഉപദേശിക്കുന്നത്, നിശ്രേയസവും ഉപദേശിക്കുന്നുണ്ട്. നിശ്രേയസം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ശ്രേയസ് അഥവാ മോക്ഷം. ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് ഉപരിയുള്ള മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനും കൂടി നിലകൊള്ളുന്നു വേദം. പക്ഷേ വേദം ഈ പറഞ്ഞതുപോലെ അനന്തമായിട്ടുള്ളതാണ്. അങ്ങനെ അനന്തമായിട്ടുള്ള ബഹുജന്മങ്ങളെ കൊണ്ടൊരു പക്ഷേ നമ്മൾ ഊളിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാരത്തെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബഹുജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി വരുന്നത്. സമസ്ത വേദത്തിൻ്റെയും അർത്ഥത്തെ ആറ്റിക്കുറുക്കി ഭഗവാൻ നമുക്ക്
ഈ ഭഗവത്ഗീതയാകുന്ന ശാസ്ത്രത്തിൽ ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗീതാശാസ്ത്രത്തെ ഒന്ന് അനുസന്ധാനം ചെയ്യുന്നതിലൂടെ നമുക്ക് വേദാർത്ഥത്തെ ഗ്രഹിക്കാൻ സാധിക്കും. അഭ്യുദയ നിശ്രേയസത്തിനുള്ള ഉപായത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അഭ്യുദയ നിശ്രേയസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, അഭ്യുദയ നിശ്രേയസങ്ങളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നു ചെയ്യും. ഭഗവത്ഗീത അതിൻ്റെ ആമുഖമൊക്കെ ഇവിടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ ഭഗവത്ഗീതയിൽ ആദ്യത്തെ അതായത് ഭഗവത്ഗീതയെ പൊതുവെ 3 ഷഡ്കങ്ങളായിട്ട് തിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൽ ആദ്യത്തെ ഷഡ്കം, ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും ജീവൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ജീവന് ആത്യന്തികമായിട്ടുള്ള തലത്തിലേക്ക് നിശ്രേയസത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളെക്കുറിച്ചും ആ ഒരു നിശ്രേയസത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള ആത്മജ്ഞാനം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഉപദേശിക്കുന്നു ഭഗവാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം ആവശ്യമാണ്. നമുക്ക് ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അത് ഏത് തലത്തിലുള്ള ഉയർച്ച ആയിക്കോട്ടെ, ആ ഉയർച്ച നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം, പ്രയത്നം ആവശ്യമാണ് എന്നുള്ളതും ഭഗവാൻ ബോധിപ്പിക്കുന്നു. ഗീത 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ടുള്ള വാക്കുകളിൽ ഭഗവാൻ പറയും, ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുകോ ആത്മൈവ രിപുരാത്മനഃ എന്നുള്ളത്. നമ്മളെ സ്വയം ഉദ്ധരിക്കണം. ആത്മാനം അവസാദയേത്, ഒരു കാരണവശാലും നമ്മളെ അധപതിപ്പിക്കാൻ പാടില്ല, തളർത്താൻ പാടില്ല. നമ്മളെ ഉയർത്താനുള്ള ബാധ്യത നമ്മളിൽ തന്നെയാണ് എന്ന് ഭഗവാൻ ഇടയില്ലാത്ത വിധത്തിൽ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ഏതുവരെ നമുക്ക് ഉയരാൻ സാധിക്കും? അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള തലം വരെ 2-ാം അധ്യായത്തിൽ ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ എന്നുള്ള ഒരു ശ്ലോകത്തിൽ ഏതുപോലെയാണോ സമ്പൂർണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം, ആ സമുദ്രത്തിലേക്ക് ഇനി എത്ര വെള്ളം വന്നു ചേർന്നാലും എത്ര ജലം അതിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിലും സമുദ്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് യാതൊരു വിധത്തിലുള്ള ന്യൂനതയും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ഒരു പൂർണ്ണത സാധ്യമാണ്. എന്തൊക്കെ ബാഹ്യമായിട്ട് വന്നു ചേർന്നാലും, എന്തെല്ലാം ബാഹ്യമായിട്ട് ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെടാത്ത വിധത്തിൽ, കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ഒരു പൂർണ്ണത, ആ ഒരു പൂർണ്ണത നമുക്ക് സാധ്യമാണ്. ആ ഒരു പൂർണ്ണ സ്വരൂപമാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം. ആ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് സംസാര ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. സംസാര ഭാവത്തിൻ്റെ, സംസാരമാകുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഭഗവാൻ ശോകമോഹങ്ങളെ അവതരിപ്പിക്കുന്നു. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് അജ്ഞാനം ഹേതുവായിട്ട്, തൻ്റെ പൂർണ്ണ ആത്മസ്വരൂപത്തെ അറിയായിക ഹേതുവായിട്ട് അർജുനൻ്റെ ഉള്ളിൽ ദുര്യോധനാദികളുടെ നേർക്ക്, ഭീഷ്മദ്രോണാദികളുടെ നേർക്ക് ഇവരെല്ലാം എൻ്റെതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ എന്നുള്ള മമത്വം ഉണ്ടാവുകയും ആ മമത്വത്തിൻ്റെ ഫലമായിട്ട് ശോകമോഹങ്ങൾക്ക് അർജുനൻ അടിമപ്പെടുകയും ചെയ്തു. അത് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയുടെ ആരംഭം, 1-ാം അധ്യായം. ആ ഒരു പശ്ചാത്തലം, ഗീതോപദേശത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തെ നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ശോകമോഹങ്ങൾ ഉണ്ടാവുന്നതല്ല. നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞാനം കൊണ്ടാണ് നമുക്ക് മമത്വം മാത്രമല്ല, മമത്വം പോലെയുള്ള ദോഷങ്ങളും അതിൻ്റെ ഫലമായിട്ട് ശോകമോഹങ്ങളും ഉണ്ടാവണത്, ദുഃഖമുണ്ടാവണത്. അപ്പോൾ സംസാരത്തിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ദുഃഖമാണ് സംസാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയാം.
ആ ദുഃഖനിവൃത്തി എന്നുള്ളത് സ്വരൂപബോധമില്ലാത്തത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാവണത് എന്നുള്ളത് കൊണ്ട് ദുഃഖനിവൃത്തിക്ക് ഒരേ ഒരു ഉപായം മാത്രമേ ഉള്ളൂ, സ്വരൂപജ്ഞാനമാകുന്നു അതിനുള്ള ഉപായം. ആ സ്വരൂപജ്ഞാനത്തെ നേടുന്നതിനായിട്ട് ഓരോ മനുഷ്യനും പരിശ്രമിക്കേണ്ടതാണ്. പക്ഷേ അവിടെ സ്വരൂപബോധത്തിലേക്ക് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണെങ്കിൽ നമ്മുടെ തന്നെ ചിത്തവൃത്തികൾ, നമ്മുടെ തന്നെ രാഗദ്വേഷാത്മകമായിട്ടുള്ള ഭാവങ്ങളാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്യമായിട്ടുള്ള ഒന്നല്ല. സ്വരൂപത്തെ നമുക്ക് അത് നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അറിയേണ്ടതാണ്. അതിലൊരു സംശയം ഉണ്ടാവാൻ ഒരിക്കലും സാധ്യത ഉണ്ടാവരുത്, അതിലൊരു സംശയം ഉണ്ടാവരുത്. നമ്മൾ തന്നെയായിട്ടുള്ള സ്വരൂപത്തെ നമുക്ക് അറിയുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അറിയുന്നുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല. ശോകമോഹങ്ങൾ, രാഗദ്വേഷങ്ങളുടെ ഫലമായിട്ട് ശോകമോഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്വരൂപത്തെ നമ്മളിപ്പോൾ അറിയണില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അറിയുന്നതിന് എന്താണ് തടസ്സമായിട്ടുള്ളത്? അവിടെയാണ് നമ്മുടെ ബഹിർമുഖമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ചിട്ട് ഉപനിഷത്ത് പറയുന്ന വാക്യം പ്രസക്തമായിട്ട് തീരുന്നത്. അതിൻ്റെ വ്യാഖ്യാനം ആണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് എന്ന് പറയാം. ഇന്നലെ ഉദ്ഘാടന സഭയിൽ പൂജനീയ സ്വാമിജി ആ ശ്ലോകം എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായി. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂഹു തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വം ഇച്ഛൻ എന്നാണ് കഠോപനിഷത്തിൽ പറയുന്നത്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂഹു, ഈശ്വരൻ അഥവാ സൃഷ്ടിയാ തന്നെ ഖാനി നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മാത്രമല്ല, മനസ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. അതിനെ ബഹിർമുഖമാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ സൃഷ്ടിയാ തന്നെ നമ്മൾ ബഹിർമുഖരാണ് എന്നുള്ളതാണ്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂഹു, ബാഹ്യവിഷയങ്ങളിലേക്കാണ് നമ്മളുടെ പ്രജ്ഞ തിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ മുഴുവനും ബാഹ്യലോകത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒഴുകി ചെല്ലുന്ന വിധത്തിലാണ് നമ്മുടെ ഈയൊരു ഘടന, ഈയൊരു സൃഷ്ടി തന്നെ ആ വിധത്തിലാണ്. അതുകൊണ്ട് ഗുണമുണ്ട്, ദോഷവുമുണ്ട്. എന്താണ് ഗുണം? തസ്മാത് പരാങ് പശ്യതി, ബാഹ്യലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഗുണം. എന്താണ് ദോഷം? അന്തരാത്മൻ, നമുക്ക് അന്തരാത്മാവിനെ, നമ്മുടെ തന്നെ സ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നില്ല. അതാണ് ദോഷം. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. കശ്ചിത് ധീരഹ, ഏതോ ഒരു ധീരൻ. അപ്പോൾ ആദ്യം നമ്മൾ ധീരന്മാരായിട്ട് തീരണം, നല്ല വിവേകമുള്ളവരായിട്ട് തീരണം. ധീരൻ എന്ന് പറഞ്ഞാൽ വിവേകി എന്നർത്ഥം. നമുക്ക് കാര്യാകാര്യ വിവേകം വേണം, നിത്യാനിത്യ വിവേകം ഉണ്ടായിരിക്കണം. കാര്യാകാര്യ വിവേകം പ്രാഥമിക തലത്തിലുണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം അനിത്യമാണെന്നുള്ള തിരിച്ചറിവും, അനിത്യമായിട്ടുള്ള ഈ പ്രപഞ്ചം നിത്യമായിരിക്കുന്ന ഒരു അധിഷ്ഠാനത്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ള വിവേകവും നമുക്ക് ഉണ്ടായിരിക്കണം. ആ നിത്യാനിത്യ വിവേകം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമ്മുടെ കരണങ്ങളെ നമുക്ക് അന്തർമുഖമാക്കി തീർക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബഹിർമുഖരായിട്ട് നമ്മൾ പോവും, ബാഹ്യവിഷയങ്ങളിലേക്കായിരിക്കും നമ്മളുടെ ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു, ചക്ഷുസിനെ, നമ്മുടെ കരണങ്ങളെ, നമ്മുടെ പ്രജ്ഞയെ അന്തർമുഖമാക്കിയിട്ട്, ആ അന്തർമുഖമാക്കുന്നതാണ് നമുക്ക് സാധന. എന്തിനുള്ള സാധന? അമൃതത്വത്തിനുള്ള സാധന. അമൃതത്വം പൂർണ്ണത്വം, അനന്തമായിട്ടുള്ള ആത്മസ്വരൂപമാണ് ഞാൻ, ജനന മരണ രഹിതമായിരിക്കുന്ന പൂർണ്ണ ആത്മസ്വരൂപമാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധ്യം, അമൃതത്വം.
ആ അമൃതത്വത്തിനുള്ള സാധന എന്താണെന്നാണ് പറയുന്നത്? നമ്മുടെ കരണങ്ങളെ ബാഹ്യവിഷയങ്ങളിൽ നിന്നും അന്തർമുഖമാക്കി തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ കരണങ്ങൾ അന്തർമുഖമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വിവേകം ഉണ്ടായിരിക്കണം. അതാണ് ധീരഹ എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി. വിവേകമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള വിഷയങ്ങളെ നേടുക തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. അങ്ങനെയാണ് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. എന്തിനാണ് ജീവിക്കുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നിലുള്ള ലക്ഷ്യം എന്താണ്? ബാഹ്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലതും നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എന്തൊക്കെയാണ് നേടാൻ പറ്റുന്നത്? പണം നേടാം, പദവികൾ നേടാം, അല്ലേ? പരമാവധി നമുക്ക് നേടാൻ സാധിക്കുന്നതായിട്ട് പറയുന്നത് ദേവേന്ദ്ര പദവിയാണ്. ദേവേന്ദ്രൻ്റെ പദവി, 3 ലോകങ്ങളുടെയും ആധിപത്യം. പക്ഷെ ഇതൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്? ഒരു തിരിച്ചുവരവുണ്ടാവും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശാസ്ത്രം. മാത്രമല്ല യുക്തിയിലൂടെയും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മളിൽ നിന്നും അന്യമായിരിക്കുന്ന എന്തിനെ നമ്മൾ നേടുകയാണെന്നുണ്ടെങ്കിലും ആ നേട്ടം താൽക്കാലികമായിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് യുക്തി. അപ്പോൾ ഈ യുക്തി കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബാഹ്യമായിട്ടുള്ളതിനെ നേടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ട്, അഥവാ നമുക്ക് പരിപൂർണമായിട്ടുള്ള തൃപ്തിയെ നൽകുന്നതായിട്ട് തീരുന്നില്ല. മറിച്ച് നമുക്ക് ആത്യന്തികമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള തൃപ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അന്തരാത്മാവിനെ ദർശിക്കണം. ആ അന്തരാത്മാവിനെ ദർശിക്കാനുള്ള ഉപായമാവട്ടെ ചക്ഷുസിനെ അന്തർമുഖമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കരണങ്ങളെ ഉൾവലിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആവട്ടെ വിവേകം നമുക്ക് കൂട്ടിന് ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഈ വിവേകം നമുക്ക് ഉദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവർക്കും അങ്ങ് വിവേകികളായാൽ പോരെ, എന്നാൽ എളുപ്പമല്ലേ കാര്യം എന്ന ചോദ്യം. പക്ഷേ വിവേകം എന്നുള്ളത് അത്ര സുലഭമായിട്ടുള്ളൊന്ന് അല്ല. മായാ ഭഗവതി നമ്മളെ അത്ര പെട്ടെന്നൊന്നും വിവേകികളാവാൻ സമ്മതിക്കില്ല, അല്ലേ? ദേവി മഹാത്മ്യത്തിൽ പറയും, ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ജ്ഞാനികളുടെ ചേതസ്സിനെ പോലും അപഹരിക്കാൻ ശക്തിയുള്ള ആളാണ് ആര്? ആ ദേവി ഭഗവതി. അപ്പം അത്ര എന്നല്ല ഭഗവാൻ ഗീതയിലും പറയാൻ പോകുന്നുണ്ട്, ദൈവീഹ്യേഷ ഗുണമയി മമ മായ ദുരത്യയ. എൻ്റെ മായ അങ്ങേയറ്റം ദുരത്യയായിട്ടുള്ളതാണ്. അത്ര എളുപ്പത്തിൽ ഇതിനെ തരണം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ ഉപായമുണ്ട്. എന്താണ് ഉപായം? മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തിതേ എന്ന് ഭഗവാൻ ഉപായം പറയും. അത് 7-ാം അധ്യായത്തിന് ശേഷമാണ് ആ ഒരു കാര്യത്തെ പറയുന്നത്. എന്നുവെച്ചാൽ 6-ാം അധ്യായത്തിന് ശേഷം. ആദ്യ ഭാഗത്ത് ഭഗവാൻ നമുക്ക് നൽകുന്ന ഉപായം, അതായത് ചക്ഷുസിനെ, കരണങ്ങളെ അന്തർമുഖമാക്കാനും വിവേകപ്രജ്ഞയെ ജനിപ്പിക്കാനും അങ്ങനെ ചിത്തശുദ്ധിയെ ആർജിക്കാനും രാഗദ്വേഷരഹിതമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയെ ഉള്ളിൽ കൈവരിക്കാനും ഉപായമായിട്ട് ഭഗവാൻ പറയുന്നത് കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനാണ്. കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ നമുക്ക് കരണങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അന്ധക്കരണത്തെ ശുദ്ധമാക്കാനുമുള്ള ഒരു കഴിവ് നേടാൻ സാധിക്കും. എന്താണ് കർമ്മയോഗം? ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈശ്വര അർപ്പണമായിട്ട് നമ്മുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗമാകുന്ന ഉപായത്തിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് അങ്ങനെ ആ ചിത്തശുദ്ധിയിലൂടെ തത്വജ്ഞാനത്തിലേക്ക് ഉയരുക. ഇതാണ് ശാസ്ത്രം നമുക്ക് നൽകുന്ന ഒരു പദ്ധതി എന്നുള്ളത്. അപ്പം ഇവിടെയാണ് ചില വിഷയങ്ങൾ പ്രസക്തമായിട്ട് വരുന്നത്. ആ വിഷയങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 5-ാം അധ്യായത്തിൽ അധികം വിസ്തരിക്കാതെ നമ്മൾ നമ്മുടെ പ്രസക്തമായിട്ടുള്ള ശ്ലോകത്തിലേക്ക് വരികയാണ്. ആമുഖമായിട്ട് ഒരുപാട് പറയാതെ, അതുകൊണ്ട് ചുരുക്കുകയാണ്. ഏതായാലും ഇവിടെ ചില വിഷയങ്ങൾ പ്രസക്തമായിട്ട് വരുന്നത് എന്താണ്? പ്രസക്തമായിട്ട് വരുന്ന വിഷയം, ഒരാൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് അയാൾക്ക്
പല വിധത്തിലുള്ള, സ്വാഭാവികമായിട്ടും പല വിധത്തിലുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു. വേദമാണല്ലോ നമുക്ക് പരമപ്രമാണം. വേദത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ബാധ്യതപ്പെട്ടിട്ടുള്ളവരാണ്. കാരണം വേദം വിധിക്കുന്നുണ്ട് ഇന്നത് ചെയ്തിരിക്കണം എന്നുള്ളത്. ഒരാൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോരോ ആശ്രമത്തിലും ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടത്തിലും ഇന്നിന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ളത് വേദം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ആ കർമ്മം അനുഷ്ഠിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അറിയില്ല എന്ന് വെച്ചോട്ടെ, വേദം ഇന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ കർമ്മം ചെയ്യും, അല്ലേ? കാരണം എന്താണ്? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിജമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വേദം വിധിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ട് കർമ്മങ്ങളിലേക്ക് പ്രവർത്തിക്കും. ഇനി വേദത്തെ പ്രമാണമായിട്ട് മാനിക്കുന്ന ഒരാളാണെന്ന് വെച്ചോട്ടെ, അയാളെ സംബന്ധിച്ചിടത്തോളം വെറും സ്വാഭാവികമായിട്ടുള്ള പ്രേരണ കൊണ്ടല്ല ഒരാൾ കർമ്മം ചെയ്യേണ്ടത്, മറിച്ച് വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. വേദത്തിന് വിധേയമായിക്കൊണ്ട് വേണം ഒരാൾ ജീവിക്കാൻ. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്നാണെങ്കിൽ, ഈ കർമ്മത്തെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മം ഉപേക്ഷിച്ചാൽ അത് വേദവിരുദ്ധമായിട്ട് വരും. മാത്രമല്ല നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. ഇതാണ് ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേദം നിലകൊള്ളുന്നത് തന്നെ നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അതല്ലാതെ വേദത്തിനൊരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിലോ അതത് ഫലത്തെ, കർമ്മത്തിൻ്റെ ഫലത്തെ നമുക്ക് നേടാൻ സാധിക്കും. ഇനി പരമാവധി നമുക്ക് ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് പല വിധത്തിലുള്ള ഫലങ്ങളെ കർമ്മം പറയുന്നുണ്ട്. ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിത്തശുദ്ധിയെ നേടി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് നമ്മൾ വേണ്ടത് എന്ന് വേദം പറയുന്നു. ഇതല്ലാതെ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ വേദം പറയുന്നില്ല എന്നുള്ള ഒരു പക്ഷം. പക്ഷെ ഇവിടെ കർമ്മങ്ങൾ ഇല്ലാത്ത ഒരു തലത്തെക്കുറിച്ചിട്ട് ഭഗവാൻ നേരത്തെ പറയുണ്ടായി. എപ്പോഴാണ് ഒരാൾക്ക് കർമ്മങ്ങൾ ഇല്ലാത്ത ഒരു തലത്തിലേക്ക് എത്താൻ പറ്റുന്നത്? അപ്പം അതറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ഉണ്ടാവണത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് കർമ്മം ഉണ്ടാവണത് ഒരാൾക്ക്? അതിനുള്ള പ്രേരണ എന്ന് പറയുന്നത് ആഗ്രഹമാണ്. കാമത്തിൽ നിന്നുമാണ് കർമ്മം ഉണ്ടാവണത് എന്നുള്ളതാണ്. ആഗ്രഹം എങ്ങനെ ഉണ്ടാവണോ? ആഗ്രഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ താൻ അപൂർണനാണെന്നുള്ള ധാരണ ഉണ്ടാവണം. അപ്പോൾ അപൂർണതാഭ്രമം, അതിന് അവിദ്യ എന്ന് നമുക്ക് പറയാം. അവിദ്യയിൽ നിന്നും കാമത്തിൽ നിന്നും കർമ്മം. ഇതാണ് അവിദ്യ കാമകർമ്മങ്ങൾ എന്ന് പറയും. ഇതാണ് ക്രമം. അപ്പോൾ ഒരാൾ ഈ ലോകത്തിൽ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കണം? അയാൾ കാമമുള്ളവനായിരിക്കണം, ആഗ്രഹമുള്ളവനായിരിക്കണം. ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാവുക? അജ്ഞാനത്തിൽ നിന്നുമാണ്, സ്വരൂപബോധമില്ലായ്മയിൽ നിന്നുമാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ഇല്ലാതെ ആവണ ഒരു സ്ഥിതി എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? കർമ്മങ്ങൾ ഇല്ലാതെ ആവുമോ ചോദിച്ചാൽ കർമ്മങ്ങൾ ഇല്ലാതെ ആവാം. പക്ഷേ ആ കർമ്മങ്ങൾ ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ, അഥവാ കർമ്മങ്ങൾ ഇല്ലാതെ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് കർമ്മങ്ങൾ ഇല്ലാതെ ആവണത്? അജ്ഞാനത്തിൽ നിന്നുമാണ് കർമ്മം ഉണ്ടാവണത് എന്ന് വെച്ചാൽ എപ്പോഴാണ് കർമ്മം ഇല്ലാതെയാവുക? അജ്ഞാനം നീങ്ങുമ്പോഴാണ് കർമ്മം ഇല്ലാതെയാവുക, അല്ലേ? കർമ്മം ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയുക? കർമ്മം ചെയ്യുന്ന ആൾക്ക്, ക്രിയ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയുക? സാധാരണ കർത്താവ് എന്നാണ് പറയുക. അപ്പം ഞാൻ കർത്താവാണ്, കർത്തൃത്വ ബുദ്ധി നമ്മളിൽ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് കർമ്മമായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പോലും അതൊരു കർമ്മമായിട്ട് തീരും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്തൃത്വ ബുദ്ധി നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. എവിടെ നിന്ന് ഈ കർത്തൃത്വ ബുദ്ധി ഉണ്ടാവണത്?
ശരീരാദി ഉപാധികളിലുള്ള ഞാനെന്നുള്ള അഭിമാനത്തിൽ നിന്നുമാണ് കർത്തൃത്വ ബുദ്ധി ഉണ്ടാവുന്നത്. ആ അഭിമാനമാവട്ടെ അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് അജ്ഞാനത്തിൽ നിന്നുമാണ് കർമ്മം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അജ്ഞാനം, കാമം, കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കർത്തൃത്വ ബുദ്ധി നമ്മളിലുള്ളിടത്തോളം കാലം നമ്മൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അത് കർമ്മമാണ്. പക്ഷേ കർത്തൃത്വ ബുദ്ധി നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കർത്തൃത്വ ബുദ്ധി നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ? ഞാൻ കർത്താവാണെന്നുള്ള ബുദ്ധി നീങ്ങിപ്പോവാനുള്ള സാധ്യത ഉണ്ടോ? എപ്പോഴാണ് ഇത് നീങ്ങിപ്പോവുക? ശരീരാദികളിലുള്ള അഭിമാനമാണ് കർത്തൃത്വ ബുദ്ധിക്ക് കാരണം എന്ന് വെച്ചാൽ, ആ അഭിമാനം ഇല്ലാതെയായാൽ, അല്ലേ, ശരീരാദി ഉപാധികൾ മാത്രമാണ്, അത് ഞാനല്ല എന്നുള്ള വേർതിരിച്ചറിവുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അഹംകർത്ത എന്നുള്ള തെറ്റിദ്ധാരണയും അതോട് കൂടിയിട്ട് നീങ്ങിപ്പോവും. ആ അഹംകർത്ത എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകത്തിൽ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അതെന്താണ്? അത് കർമ്മമാണ്. ആണോ? അല്ല, അത് കർമ്മമല്ല. അയാൾ ലോകത്തിൽ പ്രവർത്തിച്ചാലും അയാൾ കർമ്മം ചെയ്യുന്നു പറയാൻ പറ്റില്ല. പിന്നെന്താണ്? അയാൾ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകദൃഷ്ടിയ അയാൾ പ്രവർത്തിക്കുന്നു, പക്ഷേ ആത്മദൃഷ്ടിയ അയാൾ ഇപ്പോഴും അകർത്താവായിട്ടിരിക്കുന്നു. അയാളൊന്നും ചെയ്യുന്നില്ല. ലോകദൃഷ്ടിയിൽ അയാൾ പലതും ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അയാളുടെ ദൃഷ്ടിയിൽ അയാൾ അകർത്താവായിട്ടുള്ള ആത്മാവാണ്. അയാൾ പ്രവൃത്തിയിലൊന്നും ഏർപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കർമ്മ സന്യാസം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങൾ ഉപേക്ഷിതമായിട്ട് തീർന്നിട്ടുണ്ട്. കർമ്മസന്യാസം അവിടെ ഇനി അയാൾ കാവ്യം എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിലും തിരക്കിടില്ല. അയാൾ ആരാണ്? കർമ്മസന്യാസിയാണ്. അയാളുടെ സന്യാസത്തെ ആത്മജ്ഞാനിയുടെ സന്യാസം എന്ന് പറയാം നമുക്ക്, അഥവാ ആത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം എന്ന് പറയാം, അഥവാ വിദ്വത് സന്യാസം എന്ന് പറയാം. വിദ്വത് സന്യാസം. ഇനി ഈ വിദ്വത് സന്യാസം വേദം വിധിച്ചതുകൊണ്ടോ അഥവാ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ക്രിയകൾ ചെയ്തത് കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല, മറിച്ച് അത് തീർത്തും ജ്ഞാനത്തിൽ നിന്നും സംഭവിക്കുന്നതാണ്. അഹം അകർത്ത അഭോക്ത സച്ചിദാനന്ദ സ്വരൂപ ആത്മാ എന്നുള്ള തിരിച്ചറിവിൽ നിന്നും ഉണ്ടാവുന്നതാണ് വിദ്വത് സന്യാസം. വിദ്വാന് സംഭവിക്കുന്ന സന്യാസം. അയാൾ സന്യാസ ആശ്രമി ആയിക്കൊള്ളണമെന്നില്ല. അയാൾ ഗൃഹസ്ഥനാവാം, ഇനി ബ്രഹ്മചാരിയാവാം, ഗൃഹസ്ഥനാവാം, വാനപ്രസ്ഥിയാവാം, സന്യാസിയുമാവാം, ആശ്രമ സന്യാസിയുമാവാം. അയാൾ ഏത് ആശ്രമത്തിലുള്ള ആളായാലും എന്ന് വെച്ചാൽ അയാൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലുള്ള ആളായാലും ഈ ഒരു ജ്ഞാനം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ ആന്തരികമായിട്ട് ആരാണ്? അയാൾ സന്യാസിയാണ്. അയാളുടെ സന്യാസത്തെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിദ്വത് സന്യാസം. ശങ്കരാചാര്യ സ്വാമികൾ ആ വാക്ക് അധികം ഉപയോഗിച്ച് കാണുന്നില്ല നമ്മൾ. പകരം വേറൊരു വാക്ക് ശങ്കരാചാര്യ സ്വാമികളാണല്ലോ നമുക്ക് ഗീതാഭാഷ്യം നൽകിയിട്ടുള്ളത്. ഭഗവാൻ പറയുന്ന അഥവാ ഭഗവാൻ നൽകിയിരിക്കുന്ന ഉപദേശത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം നമുക്ക് വേദ താല്പര്യത്തിനനുസരിച്ച് നിർണയിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികളാണ്. ശരി, ശങ്കരാചാര്യ സ്വാമികൾ ആത്മജ്ഞാനിയായി ചെയ്യപ്പെടുന്ന സന്യാസം, ആത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം, അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? സന്യാസത്തിനെ ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ആത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം എന്ന് വിശേഷിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം, അല്ലേ? സന്യാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? സന്യാസം പല വിധത്തിലുണ്ടെങ്കിലല്ലേ എന്ത് പറയേണ്ട ആവശ്യമുള്ളൂ? ഇങ്ങനെ ഒരു വിശേഷമായിട്ടുള്ള പേരിട്ടിട്ടൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. വിദ്വത് സന്യാസം അഥവാ ആത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം എന്ന് പറയേണ്ട ആവശ്യം. അപ്പോഴാണ് നമ്മളോട് ശങ്കരാചാര്യ സ്വാമി പറയുന്നത് എന്താണ്? ആ സന്യാസം തന്നെ പല വിധത്തിലുണ്ട്. ആത്മജ്ഞാനിക്ക് സംഭവിക്കുന്ന സന്യാസം എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്വാഭാവികമായിട്ടുള്ള സന്യാസമാണ്, വിദ്വത് സന്യാസമാണ്. അനാത്മജ്ഞനായിട്ടുള്ള ഒരാൾക്കും സന്യാസത്തെ പ്രാപിക്കാം. അനാത്മജ്ഞനായിട്ടുള്ള ആൾക്കും സന്യാസമുണ്ട്. ആത്മജ്ഞാനിക്കുള്ള സന്യാസം മാത്രമല്ല സന്യാസം, അനാത്മജ്ഞനായിട്ടുള്ള ഒരാളുടെയും സന്യാസം ഉണ്ട്.
അപ്പം ചോദ്യം, അനാത്മജ്ഞന് സന്യാസമാണോ മോക്ഷത്തിലേക്കുള്ള വഴി? അനാത്മജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ? ആരാണ്? ആത്മജ്ഞാനി അല്ലാത്ത ആൾ. ഈ ആത്മജ്ഞാനി അല്ലാത്ത ആൾക്ക് മോക്ഷം, മുക്തനാവണം എന്നുണ്ടെങ്കിൽ എന്താ വഴി? സന്യാസമാണ് വഴി എന്ന് വെച്ചോട്ടെ. അപ്പം എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ ഗീത പഠിക്കാനൊന്നും ആരും വരുന്നുണ്ടാവില്ല. കാരണം എന്താണ്? അയ്യോ, സന്യസിക്കേണ്ടി വരും. ആരും പറഞ്ഞേക്കില്ല വീട്ടിൽ നിന്ന് ആരും. കാരണം എന്താണ്? സന്യസിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്ന ഉപദേശമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആരും പോകണ്ടെന്ന് പറയും. അപ്പോൾ ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് മോക്ഷത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വഴി, സന്യാസത്തിൻ്റെ വഴി ഉണ്ട്. അതാണ് അനാത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം എന്ന് വിശേഷിപ്പിക്കുക ശങ്കരാചാര്യ സ്വാമികൾ. അഥവാ വിവിദിഷാ സന്യാസം എന്ന് പിന്നീടുള്ള ആചാര്യന്മാർ വിശേഷിപ്പിക്കുക, വിവിദിഷാ സന്യാസം. പക്ഷേ വേറൊരു വഴിയും കൂടി ശാസ്ത്രം നമ്മുടെ മുന്നിൽ പറഞ്ഞു തരണുണ്ട്. എന്താണ് ആ വഴി? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു. ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച. വേദോക്തമായിട്ടുള്ള ജീവിത പന്ഥാക്കൾ രണ്ട് പ്രകാരത്തിലുള്ളതാണ്, പ്രവൃത്തി ലക്ഷണമായിട്ടുള്ളതും നിവൃത്തി ലക്ഷണമായിട്ടുള്ളതും. അപ്പം രണ്ട് പ്രകാരത്തിൽപ്പെട്ട ജീവിത രീതികൾ ഒരാൾക്ക് സ്വീകരിക്കാം. രണ്ടും ഒരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആത്യന്തികമായിട്ടുള്ള മോക്ഷമാകുന്ന ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് ജീവിത രീതികൾ സ്വീകരിക്കാം. ഏതൊക്കെയാണ് രണ്ട് ജീവിത രീതികൾ? ഒന്നുകിൽ നമുക്ക് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പോൾ കർമ്മയോഗത്തിൻ്റേതായിട്ടുള്ള ഒരു വഴി. മറ്റൊരു വഴി എന്താണ്? സന്യാസത്തിൻ്റേതായിട്ടുള്ള വഴി. എന്താണ് ഈ വിവിദിഷാ സന്യാസം? വിവിദിഷാ സന്യാസം അനാത്മജ്ഞനായിട്ടുള്ള ഒരാൾ, ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾ വിധിപ്രകാരം ശാസ്ത്രവിധിക്കനുസരിച്ചിട്ട് വിഹിത കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന എന്താ പറയുക, സന്യാസ നിഷ്ഠ അഥവാ സ്വീകരിക്കുന്ന ജീവിത രീതിയാണ് വിവിദിഷാ സന്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിദിഷാ സന്യാസത്തിൽ അഥവാ വിവിദിഷാ സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് ആത്മജ്ഞാനിയായിരിക്കുമോ? ആണെങ്കിൽ അതിന് വിവിദിഷാ സന്യാസം എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയേണ്ടത്? അതിന് വിദ്വത് സന്യാസം എന്നാണ് പറയേണ്ടത്. പിന്നെ എന്താണ് ഈ വിവിദിഷാ സന്യാസിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം? സാമ്യമുണ്ടോ ചോദിച്ചാൽ സാമ്യമുണ്ട്. എന്താണ് സാമ്യം? രണ്ടിടത്തിൽ വിവിദിഷാ സന്യാസിയാണെന്നുണ്ടെങ്കിലും കർമ്മയോഗിയാണെന്നുണ്ടെങ്കിലും രണ്ടു കൂട്ടരും ഒരുപോലെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ശാസ്ത്രശ്രവണവും മനനവും ചെയ്യുക എന്നുള്ളതാണ്. അയാൾ മോക്ഷേച്ഛുവായിട്ടാണ് ആരായിട്ട് തീരുന്നത്? കർമ്മയോഗിയായിട്ട് തീരുന്നത്. ഒരാൾ കർമ്മയോഗിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് വിവേകമുണ്ട്, അല്ലേ? മോക്ഷമാകുന്ന ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് അയാൾക്കുണ്ട്. അതിനുള്ള ഉപായം എന്നുള്ള നിലയ്ക്ക് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നുള്ള തിരിച്ചറിവ് അയാൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കർമ്മത്തെ ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുകയാണ്. അപ്പം മോക്ഷേച്ഛുവായിട്ടുള്ള ഒരാളാണ് ആരായിട്ട് തീരുന്നത്? കർമ്മയോഗിയായിട്ട് തീരുന്നത്. മോക്ഷേച്ഛുവായിട്ടുള്ള ആൾ തന്നെയാണ് വിവിദിഷാ സന്യാസിയായിട്ടും തീരുന്നത്. അപ്പം രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രശ്രവണവും മനനവും. ഈ ശാസ്ത്രശ്രവണവും മനനവും ചെയ്യാൻ ആർക്കാ കൂടുതൽ സൗകര്യം? വിവിദിഷാ സന്യാസിക്കാണോ കർമ്മയോഗിക്കാണോ? അത് പറയേണ്ട ആവശ്യമില്ലല്ലേ. കർമ്മയോഗിക്ക് തിരയൊഴിഞ്ഞിട്ട് കുളിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും ഒന്നിനു പിറകെ ഒന്നായിട്ട് കർത്തവ്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ വന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ അല്പസമയം ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൗകര്യം കൂടുതൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ശാസ്ത്രശ്രവണവും മനനവും ചെയ്യാൻ സൗകര്യം കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? വിവിദിഷാ സന്യാസത്തിലാണ് കൂടുതൽ സൗകര്യമുള്ളത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അയാൾ എന്ത് ചെയ്യണം? അയാൾ സമയം കണ്ടെത്തിയിട്ട്, അയാൾ കർമ്മയോഗിയാണെന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് അയാൾ ശ്രവണവും മനനവും ചെയ്യണം. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നുണ്ടെങ്കിൽ സന്യാസ ആശ്രമം, നമ്മൾ വിവിദിഷാ സന്യാസം എന്ന് പറയുമ്പോൾ അതൊരു ആശ്രമം, അതൊരു ജീവിത രീതിയാണ്.
അവിടെ പൂർണ്ണമായിട്ടുള്ള കർമ്മത്യാഗമില്ല, അവിടെയും അനുഷ്ഠേയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ അത് സൂചിപ്പിക്കും. യമനിയമാദി സഹിതത്വേനയാണ് വിവിധിഷാ സന്യാസി പ്രവർത്തിക്കുന്നത്. അവിടെ കർമ്മ ഏകദേശ വിഷയമുണ്ട്, കർമ്മത്തിൻ്റെ ഏകദേശം അവിടെ ഉണ്ട് എന്ന് പറയും. പൂർണ്ണമായിട്ട് കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. അവിടെ ശാസ്ത്രത്താൽ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ അഥവാ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ ചെയ്യേണ്ടതായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിവിധിഷാ സന്യാസിയും ചെയ്യണം. പക്ഷേ വിഹിത കർമ്മങ്ങൾ, ശാസ്ത്രത്താൽ വിധിക്കപ്പെട്ടിട്ടുള്ള ലൗകികമായിട്ടുള്ള ബന്ധങ്ങളെ പുരസ്കരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ആർക്കില്ല? വിവിധിഷാ സന്യാസിക്കില്ല. നേരെ മറിച്ച് കർമ്മയോഗിക്ക് എല്ലാ വിധത്തിലുള്ള കർത്തവ്യ കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അയാൾക്ക് ആരെങ്കിലും മരിച്ചാൽ എന്ത് ചെയ്യണം? അയാൾക്ക് ബലിയിടണം, അല്ലേ? വിവാഹ സംസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള സംസ്കാരങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ആ സംസ്കാരങ്ങളൊക്കെ അയാൾക്ക് അനുഷ്ഠേയമായിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള വിഹിത കർമ്മങ്ങളൊന്നും തന്നെ ആർക്ക് ബാധകല്ല? വിവിധിഷാ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ബാധകല്ല. പക്ഷേ ഏതാണ് എളുപ്പമെന്ന് ചോദിച്ചാൽ ഒരാളുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ച്, അല്ലേ? ഏത് മാർഗവും എല്ലാവർക്കും എളുപ്പമാണ് യോഗ്യത ഉള്ളവർക്ക്. ഈ കർമ്മയോഗമാണോ കർമ്മസന്യാസമാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ അതേതുപോലെയാണ് ആ ചോദ്യം? അവിടെ ഒരു നമുക്ക് ഇന്നതാണ് എളുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. കർമ്മസന്യാസത്തിന് പാകത എത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് എളുപ്പമാണ്. പക്ഷേ യമനിയമാദി സാധനകൾ, ചിത്തസംയമം, അതുപോലെ തന്നെ മറ്റ് അച്ചടക്കപരമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുക എന്നുള്ളത് ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ളത് ഏതാണ്? കർമ്മയോഗത്തിൻ്റെ വഴിയാണ് അയാൾക്ക് എളുപ്പമായിട്ടുള്ളത്. അവിടെ അയാൾ രാഗദ്വേഷങ്ങളെ എന്താ ചെയ്യുന്നത്? രാഗദ്വേഷങ്ങളെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുന്നു. അഥവാ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ആ രാഗദ്വേഷങ്ങളെ അതിക്രമിക്കാനുള്ള ഒരു ഉപായം അയാൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അത് സുകരമായിട്ടുള്ളതാണ്. അതായത് വിവിധിഷാ സന്യാസിയെ അപേക്ഷിച്ച് കർമ്മയോഗിയുടെ മാർഗം കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. അവിടെ ചിത്തശുദ്ധിയൊക്കെ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് കുറേയും കൂടി എന്തുണ്ട്? ഉപായങ്ങൾ അയാൾക്ക് കൂടുതലുണ്ട്. നേരെ മറിച്ച് വിവിധിഷാ സന്യാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശ്രവണമനനങ്ങളും അവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഥവാ ചിത്ത ശുദ്ധി അയാൾക്ക് ആർജിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെ ആർജിക്കാൻ അയാൾക്ക് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു പരിമിതി വിവിധിഷാ സന്യാസത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു പാകത കൈവന്നിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സുകരമായിട്ടുള്ളത് എന്താണ്? കർമ്മയോഗത്തിൻ്റെ വഴിയാണ്. പക്ഷെ കർമ്മയോഗത്തിൻ്റെ വഴിയിൽ ശാസ്ത്രശ്രവണ മനനങ്ങൾക്ക് അധികം സമയം കിട്ടാത്ത പ്രശ്നം ഉണ്ട് എന്നുള്ള ദോഷവുമുണ്ട്. ഏതായാലും ഇവിടെ ഈ 5-ാം അധ്യായത്തിൽ ആമുഖമൊക്കെ ആചാര്യന്മാരിൽ നിന്നും ഇവിടെ കേട്ട് കഴിഞ്ഞു. അർജുനൻ്റെ പ്രശ്നത്തോട് കൂടിയിട്ടാണ് ഇവിടെ അധ്യായം ആരംഭിക്കുന്നത്. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്, അല്ലേ? നമുക്കൊന്ന് ചൊല്ലാം, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചൊല്ലാം. അർജുന ഉവാച. ചൊല്ലിക്കോളൂ. പുനർയോഗം ച ശംസസി ശ്രീഭഗവാനുവാച. കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. അത് മതി. അപ്പം അർജുനൻ്റെ പ്രശ്നം എന്താണ്? അല്ലയോ ഭഗവാനെ, എങ്ങനെയാണ് അർജുനൻ ഭഗവാനെ സംബോധന ചെയ്യുന്നത്? ഹേ കൃഷ്ണ, അങ്ങ് എന്ത് ചെയ്യുന്നു? കർമ്മണാം സന്യാസം ശംസസി, കർമ്മങ്ങളുടെ സന്യാസത്തെ അങ്ങ് ഉപദേശിക്കുന്നു. പുനർയോഗം ച ശംസസി,
മാത്രമല്ല അങ്ങ് യോഗത്തെയും ശംസസി ഉപദേശിക്കുന്നു. അങ്ങനെ സന്യാസവും യോഗവും ഒരേപോലെ അങ്ങ് ഉപദേശിച്ച് കേട്ട സമയത്ത് എനിക്ക് ആശങ്ക ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആശങ്ക? യശ്രേയ ഏതയോഹോ, ഇതിലേതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്? അത് നിശ്ചിത്യ മേ ബ്രൂഹി. യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഈ രണ്ടിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണമേ എന്നുള്ളതാണ് അർജുനൻ്റെ പ്രശ്നം. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പൂർവപക്ഷം വന്ന സമയത്ത് ഇവിടെ ശങ്കരഭാഷ്യത്തിൽ അങ്ങനെ ഒരു ശങ്ക ഉന്നയിച്ച സമയത്ത് അവിടെയാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ ഒരു വിഷയം പതുക്കെ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ പറയപ്പെടുന്നത് വിവിധിഷാസന്യാസത്തെയും കർമ്മയോഗത്തെയുമാണ്. വിദ്വത് സന്യാസവും കർമ്മയോഗവും തമ്മിൽ അതായത് ഒരാൾക്ക് വിദ്വത് സന്യാസമാണോ സ്വീകാര്യമായിട്ടുള്ളത്, കർമ്മയോഗമാണോ സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇല്ല. വിദ്വത് സന്യാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കർമ്മയോഗം ഒരു ഓപ്ഷൻ ആയിട്ടില്ല. കാരണം എന്താണ്? അയാൾക്ക് അകർത്താവാണ് ഞാൻ എന്നുള്ള അറിവ് സ്വതേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അയാൾ എന്തിനാണ് കർമ്മയോഗം ചെയ്യുന്നത്? അയാൾക്ക് കർമ്മയോഗം പിന്നെ അവിടെ ഒരു ഓപ്ഷൻ അല്ല. പിന്നെ ആർക്കാണ് ഈ കർമ്മയോഗം ഓപ്ഷനായിട്ടുള്ളത്? അത് അവിദ്വാനായിട്ടുള്ള ആൾക്കാണ്, ആത്മജ്ഞാനിയായിട്ടുള്ള ആൾക്കല്ല, അവിദ്വാനായിട്ടുള്ള ആൾക്കാണ് കർമ്മയോഗം ഓപ്ഷനായിട്ടുള്ളത്. അപ്പം ആ കർമ്മയോഗവും അതുപോലെ തന്നെ സന്യാസവും. അപ്പം ഇവിടെ പറയുന്ന സന്യാസം ഏതാണ്? വിദ്വത് സന്യാസമല്ല, മറിച്ച് വിവിധിഷാ സന്യാസമാണ്. അത് ഭാഷ്യത്തിൽ വളരെ വിസ്തരിച്ചിട്ട് ഇനി പറയും, വിശദീകരിക്കും. ഭഗവാന്റെ മറുപടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിദ്വത് സന്യാസമല്ല. വിദ്വത് സന്യാസത്തിന് ശങ്കരാചാര്യ സ്വാമികൾ ഉപയോഗിക്കുന്ന വാക്ക് ആത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം എന്നുള്ളതാണ്. വിവിധിഷാ സന്യാസത്തിന് അനാത്മവിത് കർത്തൃകമായിട്ടുള്ള സന്യാസം. ഈ രണ്ട് വാക്കുകളാണ് ശങ്കരാചാര്യ സ്വാമികൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നിരൂപിച്ചിട്ട് പറയും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനാത്മജ്ഞനാൽ ചെയ്യപ്പെടുന്ന സന്യാസവും കർമ്മയോഗവും ഈ രണ്ടിൽ എനിക്ക് ഏതാണ് ശ്രേയസ്കരം എന്നുള്ളത് അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച് ഉപദേശിക്കണം എന്നാണ് അർജുനൻ്റെ പ്രശ്നത്തിൻ്റെ താത്പര്യം എന്ന് പറയും. തസ്മാത് ആ ഭാഷ്യത്തിലെ അവസാന ഒരു വരി, തസ്മാത് അനാത്മവിത് കർത്തൃകയോഹ ഇവ സന്യാസ കർമ്മയോഗയോഹോ നിശ്രേയസകരത്വവചനം തദീയാത് ച കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ അഥവാ കർമ്മയോഗസ്യ വിശിഷ്ടത്വ അഭിധാനം ഇതി എന്ന് പറയും. അനാത്മജ്ഞാനിയാൽ ചെയ്യപ്പെടുന്ന സന്യാസ കർമ്മയോഗയോഹോ, സന്യാസവും കർമ്മയോഗവും, ആ സന്യാസ കർമ്മയോഗങ്ങളിൽ സന്യാസ കർമ്മയോഗയോഹോ നിശ്രേയസകരത്വ വചനം. ഇത് രണ്ടും നിശ്രേയസത്തിന് ഉപായമാണ് എന്ന് പറയുന്നു. സന്യാസവും കർമ്മയോഗവും നിശ്രേയസത്തിന് ഉപായമാണെന്ന് പറയുന്നു. എവിടെയാണ് പറയുന്നത്? അത് നമ്മൾ നേരത്തെ കേട്ടു. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? സന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസത്തിന് ഉപായമായിട്ടുള്ളതാണ്. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. ഇതാണ് ഭഗവാന്റെ വാക്യം. അപ്പോൾ ഈ വാക്യത്തിലും കുറച്ച് പൊരുത്തക്കേടുണ്ട്. എന്താ പൊരുത്തക്കേടെന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ആദ്യത്തെ വാക്യം പെർഫെക്റ്റ്. എന്താണ്? രണ്ടും നിശ്രേയസകരമായിട്ടുള്ളതാണ്. സന്യാസ കർമ്മയോഗശ്ച, സന്യാസവും ലക്ഷ്യമായിട്ട് കാണുന്നത് മോക്ഷത്തെയാണ്. പിന്നെ കർമ്മയോഗവും കർമ്മയോഗിയുടെ ലക്ഷ്യമായിട്ട് മുന്നിലുള്ളതും മോക്ഷമാണ്. അതുകൊണ്ട് രണ്ടും നിശ്രേയസകരമാണ്. പക്ഷേ തയോഹോത്തു, ഈ രണ്ടിൽ വെച്ച് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത എന്നാണ് പറയുന്നത്. കർമ്മസന്യാസത്തിനേക്കാൾ കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആശ്രമം എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു, കർമ്മസന്യാസത്തിനേക്കാൾ കർമ്മയോഗം വിശിഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഏത് ദൃഷ്ടിയിലാണെന്ന് വെച്ചാൽ ശ്രവണമനനങ്ങളാണ് ആത്മജ്ഞാനത്തിന് നേരിട്ടുള്ള സാധനം. കർമ്മയോഗം എന്നുള്ളത് ക്രമമായിട്ട് മാത്രമേ സാധനമുള്ളൂ. കർമ്മയോഗം ചിത്തശുദ്ധിയെ നൽകി ചിത്തശുദ്ധിയിലൂടെ തത്വജ്ഞാനത്തിലേക്ക് ഉയർന്നിട്ട് വേണം. ആ തത്വജ്ഞാനത്തിലാണ് ഒരാൾ മുക്തനായിട്ട് തീരുന്നത്. അപ്പോൾ തത്വജ്ഞാനത്തിന് നേരിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണമനനങ്ങളാണ്. ഈ ശ്രവണമനനങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എവിടെയാണ്? സന്യാസിക്കാണ് കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പം മാത്രമല്ല ആന്തരികമായിട്ടുള്ള
ശമദമാദികളൊക്കെ കൂടുതൽ ആർജിക്കാനുള്ള സാധ്യതയും ആർക്കാണുള്ളത്? അഥവാ അതിൻ്റെ ഒരു ഫലരൂപമായിട്ടാണ് ഒരാൾ വിവിധീഷാ സന്യാസത്തെ സ്വീകരിക്കുന്നത്, അല്ലെ? വിവിധീഷാ സന്യാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ശ്രവണ മനനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശ്രവണ മനനത്തിന് ആരാണ് അധികാരി എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ആരാണ് അധികാരി? വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കം, മുമുക്ഷുത്വം ഇതുള്ള ആളാണ് ശ്രവണ മനനത്തിന് അധികാരി. അപ്പം കർമ്മയോഗം അനുഷ്ഠിച്ചിട്ട് ഒരാൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളാവുമ്പോഴാണ് അയാൾക്ക് സന്യാസാശ്രമത്തിലേക്ക്, വിവിധിഷാ സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്, അതിനെ ഫലപ്രദമായിട്ട് അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കർമ്മയോഗം വിവിധിഷാ സന്യാസത്തിലേക്കും കൂടി നയിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മാർഗമാണ് ലക്ഷ്യത്തെക്കാൾ വലുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാർഗമായിട്ട് കർമ്മയോഗത്തെയും അതിൻ്റെ ഒരു ലക്ഷ്യരൂപമായിട്ട് കർമ്മസന്യാസത്തെയും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ശ്രവണമനനങ്ങൾ നേരിട്ടുള്ള സാധനങ്ങളാണ് ആത്മജ്ഞാനത്തിന്. ആ നിലയ്ക്ക് അതിന് കൂടുതൽ സൗകര്യമുള്ള കർമ്മസന്യാസത്തെ വേണം ശ്രേഷ്ഠമായിട്ട് പറയാൻ. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കർമ്മയോഗോ വിശിഷ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്? അതൊരു വിരുദ്ധതയല്ലേ എന്ന് ചോദ്യം. അപ്പോൾ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ എപ്പോഴും സന്യാസം കൊണ്ട് മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ എന്ന് ശഠിക്കുന്ന വിധത്തിലാണ് ഭാഷ്യം രചിച്ചിട്ടുള്ളത്. ഉടനീളം ശങ്കരാചാര്യസ്വാമികൾ ആരാണ് ആത്മജ്ഞാനിയാവണത്? സന്യാസിയാണ് എന്നൊരു സംശയമില്ലാണ്ട് പറയുന്ന ആ ഒരു രീതിയാണ് ശങ്കരാചാര്യസ്വാമികൾക്കുള്ളത്. അപ്പം ശങ്കരാചാര്യസ്വാമികൾ ഇതിനെ ഒരു വിധത്തിലും, അല്ലെ, ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാൽ പോലും ശങ്കരാചാര്യസ്വാമികൾക്ക് ഇതിനെ അനുവദിക്കാൻ പ്രയാസം ഉണ്ടാവും. ഏതായാലും ശങ്കരാചാര്യസ്വാമികൾ വളരെ സമർത്ഥമായിട്ട് ഇവിടെ പറയുകയാണ് കർമ്മയോഗം സ്തൗതി. എന്താണ്? തയോസ്ത് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ കർമ്മയോഗമാണ് കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് അർത്ഥവാദമാണ്, എന്ന് വെച്ചാൽ സ്തുതിയാണ്. എന്തിനെ സ്തുതിച്ചിരിക്കുകയാണ്? കർമ്മയോഗത്തെ ഇവിടെ സ്തുതിച്ചിരിക്കുകയാണ്. അർത്ഥം മനസ്സിലായില്ലേ? എന്തിനാ സ്തുതിച്ചിരിക്കുന്നത്? എപ്പോഴും ഒരു സ്തുതി ചെയ്യുമ്പോൾ എപ്പോഴും അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കുക. ഭഗവാനൊക്കെ തത്വോപദേശം ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് ഇത്രയും ശ്രേഷ്ഠമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ അതിനൊന്ന് പ്രശംസിക്കും. എന്തിനാ പ്രശംസിക്കുന്നത്? അതിലേക്ക് ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത് എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് സ്തുതിയാണ്. എന്തിനാണ് സ്തുതിക്കുന്നത് ഇവിടെ കർമ്മയോഗത്തെ? കർമ്മയോഗത്തെ വളരെ വ്യക്തമാണ്. എന്തിനാ സ്തുതിക്കുന്നത്? അർജുനനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭഗവാൻ, അല്ലേ, അർജുനൻ ഇപ്പം യുദ്ധകളം വിട്ട് പോകണമെന്നൊന്നും ഭഗവാൻ എന്തായാലും വിചാരിക്കണില്ല. വിവിധിഷാ സന്യാസം ഒന്നും സ്വീകരിക്കാൻ അർജുനനെ പറഞ്ഞയക്കണമെന്ന് ഭഗവാൻ എന്തായാലും വിചാരിക്കണില്ല. ഭഗവാൻ ഇപ്പം എന്താ വേണ്ടത്? അർജുനൻ അവിടുന്ന് എഴുന്നേറ്റ് അമ്പുവില്ലൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യണം. അങ്ങനെയല്ല, പക്ഷേ ആ സന്ദർഭത്തിൽ അർജുനൻ്റെ കർത്തവ്യം അതാണെന്നുള്ളത് കൊണ്ട് അത് ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർജുനനെ കർമ്മയോഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനെ എന്ത് ചെയ്യണേ? ഭഗവാൻ കർമ്മയോഗത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ കർമ്മയോഗം കർമ്മസന്യാസത്തെക്കാൾ വിശിഷ്ടതരമായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ യുക്തികൾ, അതിനുള്ള കാരണങ്ങൾ ചിന്തിച്ചു. ഇനിയും കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. പിന്നെ എന്തുകൊണ്ട് കർമ്മയോഗം വിശിഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അത് സ്തുതിപരമാണ്. ഇതാണ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം ശ്ലോകത്തിൻ്റെ അവസാനം ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. നമുക്കിവിടെ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. 3-ാം ശ്ലോകം കസ്മാത് ഇതി ആഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തെ ശ്ലോകവും 3-ാമത്തെ ശ്ലോകവും തമ്മിൽ ഘടിപ്പിക്കുന്നത്. ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ രണ്ടിനെയും യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കസ്മാത് പറഞ്ഞാൽ എന്തുകൊണ്ട്? എന്താണ് ആ ചോദ്യം? കർമ്മയോഗം കർമ്മസന്യാസത്തെക്കാൾ വിശിഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് കർമ്മയോഗിയാണ് കുറച്ചും കൂടി ശ്രേഷ്ഠനായിട്ടുള്ള ആള്, കർമ്മയോഗിയാണ് വിശിഷ്ടനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ അടുത്ത ശ്ലോകം ജ്ഞേയസ്സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ
സുഖം ബന്ധാത് പ്രമുച്യതേ. പറയാണ് സഹ 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 കർമ്മയോഗി. സഹ എന്നുള്ളത് കൊണ്ട് ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കർമ്മയോഗിയായിരിക്കുന്ന ആൾ. കാരണം കർമ്മയോഗത്തെ ആണല്ലോ മുമ്പ് സ്തുതിച്ചിരിക്കുന്നത് തൊട്ട് മുന്നിലുള്ള ശ്ലോകത്തിൽ. അതുകൊണ്ട് സഹ എന്നുള്ളതിന് ഇവിടെ ആരെയാണ് അർത്ഥാക്കുന്നത്? കർമ്മയോഗി. സഹ കർമ്മയോഗി ജ്ഞേയഹ. ജ്ഞേഹ പറഞ്ഞാൽ എന്താണ്? അറിയപ്പെടേണ്ടതാകുന്നു. ആ കർമ്മയോഗിയെ നമ്മൾ ഈ വിധത്തിൽ അറിയണം. എങ്ങനെ അറിയേണ്ടത്? സഹ നിത്യസന്യാസി ഇതി ജ്ഞേയഃ. കർമ്മസന്യാസി കർമ്മയോഗി നിത്യസന്യാസിയാണെന്ന് മനസ്സിലാക്കണം. കർമ്മസന്യാസി ആരല്ല എന്നാ പറയുന്നത്? നിത്യസന്യാസിയല്ല. പക്ഷെ കർമ്മയോഗി ആരാണ്? നിത്യസന്യാസിയാണ്. സന്യാസി, ആ സന്യാസത്തിനൊരാരംഭം ഉണ്ടല്ലോ. അയാൾ വിരജഹോമമൊക്കെ ചെയ്ത് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന ഒരാരംഭമുണ്ട്. നേരെ മറിച്ച് കർമ്മയോഗത്തിന് എന്തില്ല, അങ്ങനെ കർമ്മയോഗിക്ക് അങ്ങനെ ഒരു ആരംഭമില്ല. അതുകൊണ്ട് അയാൾ ആരാണ്? അയാൾ നിത്യസന്യാസിയാണ്. നിത്യസന്യാസി. അയാൾ നിത്യസന്യാസിയാണെന്ന് മനസ്സിലാക്കണം. എന്താ സന്യാസം എന്ന് പറഞ്ഞാൽ അർത്ഥം? സമ്യക്കായിട്ടുള്ള ന്യാസം. ന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം. സംത്യാഗമാണ് എന്ത്? സന്യാസം എന്നുള്ളത്. അപ്പം എന്ത് സമാനത വെച്ചിട്ടാണ്, സന്യാസവുമായിട്ട് എന്ത് സമാനത വെച്ചിട്ടാണ് കർമ്മയോഗിയെ നിത്യസന്യാസി എന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്? അയാൾ എന്തിനെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത് എന്ന് ചോദ്യം. അപ്പം പറയാണ് അയാൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്താണ് ആ 2 കാര്യങ്ങൾ? അയാൾ ദ്വേഷിക്കുന്നുമില്ല, ഒട്ട് കാക്ഷിക്കുന്നുമില്ല എന്നാണ് പറയണത്. ദ്വേഷവുമില്ല അയാൾക്ക്, കാംക്ഷയുമില്ല. അയാൾക്ക് ദ്വേഷമില്ല. എന്തിനോട് ദ്വേഷമില്ല? തനിക്ക് ചില ഘടകങ്ങൾ പ്രതികൂലമാണെന്ന് കണ്ടിട്ട് അതിനെ അകറ്റാനുള്ള പ്രവണത അയാൾക്കില്ല, ദ്വേഷമില്ല. ഇനി ചില ഘടകങ്ങൾ തനിക്ക് അനുകൂലമാണെന്ന് കണ്ടിട്ട് അതിനെ ചേർത്ത് നിർത്താനുള്ള ഉത്സാഹവും അയാൾക്ക് ഇല്ല. അയാൾക്കൊട്ട് രാഗവും ഇല്ല. അപ്പം ന ദ്വേഷ്ടി ന കാക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതർത്ഥത്തിലാണ്? അയാൾ രാഗദ്വേഷങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ് ഈ കർമ്മയോഗി ഉപേക്ഷിച്ചിട്ടുള്ളത്? അയാൾ രാഗദ്വേഷങ്ങളെ ഉപേക്ഷിച്ച ആളാണ്, സന്യസിച്ച ആളാണ്, രാഗദ്വേഷങ്ങളെ ത്യജിച്ച ആളാണ്. അപ്പം അയാൾ ഭാവസന്യാസിയാണ് എന്നർത്ഥം. അയാൾ ദീക്ഷാപരമായിട്ട് സന്യാസിയാണോ അല്ലയോ എന്നുള്ളത് ചോദ്യമില്ല. അയാൾ ഭാവസന്യാസിയാണ്. എങ്ങനെയാണ് ഭാവസന്യാസിയാവണത്? ആന്തരികമായിട്ടൊരു സന്യാസിക്ക് വേണ്ട ഭാവം എന്താണോ അത് ഇയാൾക്കുണ്ട്. ആ നിലയ്ക്ക് ഇയാളും സന്യാസിയാണ്. എന്താണ് ആന്തരികമായിട്ടൊരു സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഭാവം? അയാൾ രാഗദ്വേഷങ്ങൾക്ക് ഉപരി നിൽക്കാൻ, അയാൾ രാഗദ്വേഷങ്ങൾക്ക് ഉപരിയായിരിക്കണം എന്നുള്ളതാണ് അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ആന്തരികമായിട്ടുള്ള ഭാവം ആർക്കുണ്ട്? കർമ്മയോഗിക്കുണ്ട്. അപ്പം രാഗദ്വേഷങ്ങൾ എപ്പോൾ ഉണ്ടാവണം? എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? പൂർണ്ണാത്മസ്വരൂപത്തെ അറിയുന്ന ഒരാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും രാഗദ്വേഷങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. രാഗദ്വേഷങ്ങൾ ആർക്കാണ് ഉണ്ടാവുന്നത്? അഹം അപൂർണഹ എന്നുള്ള തലത്തിലാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നത്. ദേഹാത്മഭാവമുള്ള ആൾക്കാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നത്. അഹം അപൂർണഹ അജ്ഞഹ എന്നുള്ള തലത്തിലാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ആത്മജ്ഞാനം, ഒരാൾക്ക് ഞാൻ ദേഹമല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതിനൊക്കെ ആന്തരികമായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള കേവലബോധമാണെന്നുള്ള തിരിച്ചറിവുണ്ട് എന്ന് വെച്ചോട്ടെ. അയാൾക്ക് രാഗദ്വേഷം ഉണ്ടാവുമോ? അയാൾക്ക് രാഗദ്വേഷം ഉണ്ടാവില്ല. അയാൾ പ്രയത്നപൂർവ്വം രാഗദ്വേഷത്തെ ഉപേക്ഷിക്കുന്നതല്ല. പിന്നെയോ അയാൾക്ക് രാഗദ്വേഷത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെയാവുകയാണ്. കാരണം എന്താണ്? ഞാൻ പൂർണ്ണാത്മാവാണ് എന്നുള്ള തിരിച്ചറിവിൽ. അപ്പം ആത്മജ്ഞാനിക്ക് രാഗദ്വേഷം ഇല്ല. എന്തുകൊണ്ട് രാഗദ്വേഷം ഇല്ല എന്ന് വെച്ചാൽ അയാൾക്ക് അറിവുള്ളത് കൊണ്ട്. രാഗവും ദ്വേഷവും അപൂർണത ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പൂർണ്ണാത്മാവാണെന്നുള്ള അറിവുള്ളത് കൊണ്ട് രാഗദ്വേഷം ഇല്ല. അതൊരു തലം. ഏതാണ്? ആത്മജ്ഞാനിയുടെ തലം. ഇനി ജ്ഞാനസാധകനായിട്ടുള്ള ഒരാൾ വേദാന്ത ശാസ്ത്രത്തിൽ നിന്നും ആത്മാ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, സാക്ഷി സ്വരൂപമാണ്, അത് പൂർണ്ണസ്വരൂപമാണ് എന്നുള്ള അറിവ് നേടിയിട്ടുള്ള ഒരാൾ, ആ അറിവിൻ്റെ ബലത്തിൽ അയാളുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉടലെടുത്താലും ആ അറിവിൻ്റെ ബലത്തിൽ അതിനെ അതിജീവിച്ച് അതിക്രമിച്ച് നിൽക്കാൻ അയാൾ പരിശ്രമിക്കുന്നു. അത്
തൊട്ട് താഴെയുള്ള ഒരു തലം എന്ന് പറയാം നമുക്ക്. കർമ്മയോഗിയുടെ തലത്തിൽ എങ്ങനെയാണ് രാഗദ്വേഷങ്ങളില്ലാതെ ആവണത്? ഇവിടെ പറയുന്നത് കർമ്മയോഗിയെ കുറിച്ചാണല്ലോ. ഈ കർമ്മയോഗി ആത്മജ്ഞാനി ആയിട്ടില്ല. ആത്മജ്ഞാനി ആയിട്ടുണ്ടെങ്കിൽ അയാൾ കർമ്മയോഗി എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കർമ്മയോഗിയുടെ തലത്തിൽ എങ്ങനെയാണ് ഇയാൾക്ക് രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് എന്നാണെങ്കിൽ അവിടെ അയാളുടെ മനോഭാവം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഈശ്വര സമർപ്പണ ഭാവനയോട് കൂടിയിട്ട് അയാൾ ജീവിക്കുന്നു. തനിക്ക് വന്നു ചേരുന്നതെല്ലാം തന്നെ ഈശ്വര പ്രസാദമായിട്ട്, താൻ ചെയ്യുന്നതൊക്കെ ഈശ്വര അർപ്പണഭാവത്തിലും വന്നു ചേരുന്നതെല്ലാം ഈശ്വര പ്രസാദ ഭാവത്തിലും അയാൾ നോക്കിക്കാണുന്നത് കൊണ്ട് അയാൾക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവണില്ല. രാഗദ്വേഷങ്ങൾക്കുള്ള സാധ്യത അയാളുടെ മനസ്സിലുണ്ട്. പക്ഷേ അയാൾ തൻ്റെ ഭാവന കൊണ്ട് എന്ത് ചെയ്യാണ്? ആ രാഗദ്വേഷങ്ങളെ അതിക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈശ്വരാർപ്പണ ഭാവന ഏത് തലത്തിലുള്ള ആൾക്കും, ഒരാൾ പറയാൻ ചോട്ടെ രാഗദ്വേഷങ്ങളെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലേ, അപ്പം നമുക്കൊക്കെ ഇത്തിരി രാഗദ്വേഷങ്ങൾ ഉണ്ടാവും എന്നാളുകൾ പറയും. പക്ഷെ എന്താണ് ആ സാധാരണക്കാരോട് പറയാനുള്ളത്? ശാസ്ത്രത്തിന് ഈശ്വരാർപ്പണ ഭാവനയോട് കൂടിയിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ രാഗദ്വേഷങ്ങൾക്ക് ഉപരി എത്താൻ നമുക്ക് സാധിക്കും. ആ രാഗദ്വേഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിക്രമിക്കണം. എപ്പോഴാണ് രാഗവും ദ്വേഷവും ഉണ്ടാവുക? ഇന്നിന്ന ഘടകങ്ങളൊക്കെ എനിക്ക് അനുകൂലമാണ്, അതെൻ്റെ കൂടെ വേണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മൾക്ക് വന്നു ചേരുന്നതും വിട്ടുപോകുന്നതും അതിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ്, അതിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു എന്താ പറയുക, അതിനെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവാതെ വരുമ്പോഴാണ് എന്തായിട്ട് തീരുന്നത്? ഈ രാഗവും ദ്വേഷവുമായിട്ട് അത് രൂപപ്പെടുന്നത്. നേരെ മറിച്ച് ഈശ്വരച്ഛയാലാണ് സർവവും സംഭവിക്കുന്നത്, ഞാൻ ഭഗവാന്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് എന്നുള്ള വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ആ രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാവുന്നു. അയാൾ ആരായിട്ട് തീരുന്നു? രാഗദ്വേഷങ്ങളെ ഉപേക്ഷിച്ചവനായിട്ട് തീരുന്നു. അതുകൊണ്ട് അയാൾ ആരാണ്? അയാൾ നിത്യസന്യാസിയാണ്. മാത്രമല്ല അയാൾ നിർദ്വന്ദ്വനാണ്, ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനാണ്. എന്താണ് ദ്വന്ദ്വം? ശീതോഷ്ണ സുഖദുഃഖങ്ങൾ എന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം തുടങ്ങിയിട്ടുള്ള ശീതം ഉഷ്ണം ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ, ദ്വന്ദ്വാത്മകമായിട്ടുള്ളതാണ് പ്രപഞ്ചം. വെയിലുണ്ടെങ്കിൽ മഴയുണ്ടാവും, കയറ്റമുണ്ടെങ്കിൽ ഇറക്കുണ്ടാവും, ശീതമുണ്ടെങ്കിൽ ഉഷ്ണവും ഉണ്ടാവും അല്ലേ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നതല്ല. കുറച്ചൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശ്രമിക്കാൻ പറ്റുന്നിടത്തൊക്കെ പരിശ്രമിക്കണം, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. താൻ തിതിക്ഷസ്വ ഭാരത എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ വരിയുടെ അവസാനം. ആഗമാപായിനോ നിത്യാഹ താൻ തിതിക്ഷസ്വ. ഈ ദ്വന്ദ്വങ്ങളെ നീ സഹിക്കേ, തിതിക്ഷസ്വ, അവയെ നീ സഹിക്ക് അർജുന എന്നാണ് ആ വാക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥം. പക്ഷെ അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ക്ലേശങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ പല്ല് ഇറുമി കടിച്ചു പിടിച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇടപെടണം. പക്ഷെ ഇടപെടുമ്പോഴും ഏത് ഭാവം വേണം? ഇത് പൂർണ്ണമായിട്ട് എൻ്റെ കയ്യിലല്ല, ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിൽ പരിശ്രമിക്കുന്നു, അതിൻ്റെ ഫലം എങ്ങനെ വേണമെങ്കിലും വന്നു ചേരാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. എനിക്ക് കർമ്മം ചെയ്യാൻ അധികാരമുണ്ട്, അത് ഞാൻ കുശലമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യണം. പക്ഷെ ഫലം എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല. അപ്പം ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരിഹാരം ചെയ്യാൻ പോലും അല്ലേ? ഇനി ചിലതിന് നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റാത്തതായിട്ടും ഉണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മളെ വിട്ടുപോകണോ, നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ ഇന്നിന്ന വിധത്തിലൊക്കെ സംഭവങ്ങൾ നടന്നു. നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ഇങ്ങനെയായിരുന്നില്ലേ ഒരച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് നമുക്ക് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അല്ല. അതുകൊണ്ട് എന്തേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ. താൻ തിതിക്ഷസ്വ ഭാരത. അപ്പം നിയന്ത്രിക്കാൻ പറ്റുന്ന അഥവാ നമുക്ക് ഇടപെട്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളെ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. അതിലൊരു ദോഷവുമില്ല. മാത്രമല്ല അത് ചെയ്യേണ്ടതാണ്, നമ്മുടെ കർത്തവ്യമാണ്. പക്ഷേ
അപ്പോഴും നമുക്ക് ഇത് പൂർണ്ണമായിട്ട് എൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. ഇനി നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ആവട്ടെ, അതിനെ നമ്മൾ ഈശ്വരച്ഛയായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു രീതിയായിട്ടോ ഒക്കെ കണ്ടിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതാണ് ഇവിടെ പറയുന്ന തിതിക്ഷ എന്നുള്ളത്. ആ തിതിക്ഷ നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ ആരായിട്ട് തീരുന്നത്? ഈ തലത്തിൽ, കർമ്മയോഗിയുടെ തലത്തിൽ നമ്മൾ ആരായിട്ട് തീരുന്നത്? നിർദ്വന്ദ്വനായിട്ട് തീരുന്നത്. നിർദ്വന്ദ്വനാണ് ഈ കർമ്മയോഗി. അപ്പോൾ കർമ്മയോഗത്തെ പാലിക്കുന്ന ഒരാൾ വിജയകരമായിട്ട് നിർദ്വന്ദ്വനായിട്ട് തീർന്നിരിക്കുന്നു. ആത്യന്തികമായിട്ട് ആത്മാ ദ്വന്ദ്വാതീതമാണ്, ഒരു ദ്വന്ദ്വങ്ങളും ബാധിക്കുന്നതല്ല. അതുകൊണ്ട് ആത്മജ്ഞാനിയുടെ നിർദ്വന്ദ്വത എന്നുള്ളത് സഹജമാണ്. അയാൾ ഉണ്ടാക്കി തീർക്കുന്ന അഥവാ അയാൾ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തെ അപേക്ഷിച്ചിട്ടുള്ളതല്ല. എന്നാൽ ജ്ഞാനസാധകന് ആത്മജ്ഞാന ബലം കൊണ്ട് നിർദ്വന്ദ്വനായിട്ട് നിലകൊള്ളാൻ സാധിക്കും. കർമ്മയോഗിക്കും ഭാവന കൊണ്ട് ആരാവാൻ പറ്റും? ദ്വന്ദ്വ അതീതനാവാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മയോഗി ആരാണ്? നിർദ്വന്ദ്വനാണ്. നിർദ്വന്ദ്വ ഭാവത്തെ അയാൾക്ക് നേടാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആള് സുഖം ബന്ധാത് പ്രമുച്യത. അയാൾ അനായാസമായിട്ട് സുഖമായിട്ട് സർവബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് തീരും. സുഖം ബന്ധാത് പ്രമുച്യത വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ ഒരു ശ്ലോകം കൂടി തീരാനുണ്ട് എന്നുള്ളതുകൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ്. ഏതാണ് അടുത്ത ശ്ലോകം? അപ്പോൾ അവിടെ ചോദ്യം. എന്താണ് ചോദ്യം? ഈ ശങ്കരാചാര്യ സ്വാമികൾ ഈ 2 ശ്ലോകത്തിൻ്റെ ഇടയ്ക്ക് ഒരു അടുത്ത ശ്ലോകം വരുമ്പോൾ അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു ഭാഷ്യഭാഗം രചിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതാണ് ഈ ഘടിപ്പിക്കുന്ന സംഗതി എന്നുള്ളത്. എന്താ പറയുന്നത്? ഈ സന്യാസവും കർമ്മയോഗവും ഭിന്ന പുരുഷാനുഷ്ഠേയങ്ങളാണ്. സന്യാസിയും, അതെ, നേരത്തെ നമ്മൾ പറഞ്ഞു അജ്ഞാനിയാണ് സന്യാസിയാവണതും കർമ്മയോഗിയാവണതും എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒരാൾ ആരാണ്? കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്ന ആളാണ്. മറ്റേയാളാവട്ടെ കർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്ന ആളാണെന്ന് എടുക്കാം നമുക്ക്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് അത് ഗൃഹസ്ഥാശ്രമത്തിൽ വേണ്ടതാണ്. മറ്റേതാവട്ടെ ആ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചിട്ട് അയാൾ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ അയാൾ സന്യാസിയാവുകയാണ്. അപ്പം അങ്ങനെയുള്ള സന്യാസവും കർമ്മയോഗവും ഭിന്ന പുരുഷ അനുഷ്ഠേയങ്ങളാണെന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. വിദ്വത് സന്യാസവും കർമ്മയോഗവും അത് ഭിന്ന പുരുഷാനുഷ്ഠേയങ്ങളാണ്. അതുപോലെ തന്നെ ഭിന്ന പുരുഷാനുഷ്ഠേയങ്ങളാണ് ഏത്? വിവിധീഷാ സന്യാസവും കർമ്മയോഗവും. അജ്ഞാനിയാണെന്നുള്ളതാണ് രണ്ടുപേർക്കുള്ള സമാനത. രണ്ടുപേരും അജ്ഞാനിയാണ്, പക്ഷെ രണ്ടാളും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ല. രണ്ടുപേർക്കും ആന്തരികമായിട്ടുള്ള ഘടനയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭിന്ന പുരുഷ അനുഷ്ഠേയങ്ങളാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫലേ അഭിവിരോധ യുക്ത, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലവും രണ്ടാവുക എന്നുള്ളതാണ് യുക്തമായിട്ടുള്ളത്. ഫലേ അഭി വിരോധ യുക്ത. കർമ്മയോഗത്തിൻ്റെ ഫലം ഒന്ന്, പിന്നെ സന്യാസത്തിൻ്റെ ഫലം വേറൊന്ന്. അതല്ലേ ഉചിതമായിട്ടുള്ളത്. അല്ലാതെ ഇവിടെ തയോസ്തു എന്താണ് എവിടുന്ന ഈ ചോദ്യം വരുന്നത്? നിശ്രേയസ കരാവുഭൗ എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നാണ്. ഇത് നിശ്രേയസ കരാവുഭൗ പറഞ്ഞാൽ എന്താ അർത്ഥം? ഉഭൗ, ഇവ രണ്ടും സന്യാസവും കർമ്മയോഗവും നിശ്രേയസകരവും, രണ്ടും നിശ്രേയസത്തിന് മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. അത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തെ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഭിന്ന പുരുഷാനുഷ്ഠേയങ്ങളാണിവ എന്നുള്ളത് കൊണ്ട് ഫലേ അഭിവിരോധ യുക്ത നതു ഉഭയോഹോ നിശ്രേയസകരത്വമേവ ഇതി പ്രാപ്തേ ഇതം ഉച്യതേ എന്ന് വന്നപ്പോൾ ഇതാ പറയുന്നു അടുത്ത ശ്ലോകം. എന്താണ്? സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ. പണ്ഡിതാഃ ന പ്രവദന്തി, പണ്ഡിതന്മാർ പറയുന്നില്ല. പിന്നെ ആരാണ് പറയണത്? ബാലാഃ പ്രവദന്തി, ബാലന്മാരാണ് പറയുന്നത്. എന്തേ?
സാഖ്യയോഗവും പൃഥക് ഇതി. സാഖ്യവും യോഗവും രണ്ടാണ്, പൃഥക്കാണ് എന്ന് ആരാണ് പറയുന്നത്? ബാലന്മാർ. ബാലന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? അവിവേകികൾ എന്നർത്ഥം. വിവരം ഇല്ലാത്ത, ശാസ്ത്രാർത്ഥത്തെ കുറിച്ചിട്ടുള്ള അറിവില്ലാത്തവരാണ് ഇപ്രകാരം പറയുന്നത്. സാഖ്യവും യോഗവും വിഭിന്നമാണെന്ന് പറയുന്നത് ആരാണ്? അറിവില്ലാത്ത ആളുകളാണ്. ഇന്നത്തു പണ്ഡിതാഹ, പണ്ഡിതന്മാർ, ഈ വിഷയത്തിൽ അറിവുള്ളവർ ഒരിക്കലും അപ്രകാരം കണക്കാക്കുന്നില്ല, പറയുന്നില്ല. പിന്നെ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോഹോ ഫലം വിന്ദതേ. ഇതിൽ ഒന്നിൽ സമ്യക് ആസ്ഥിതനായാൽ രണ്ടിൻ്റെയും ഫലം നേടാൻ സാധിക്കുന്നു. സാഖ്യ യോഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ നല്ലതുപോലെ ഉറച്ചിരുന്നാൽ രണ്ടിൻ്റെയും ഫലത്തെ നേടാൻ സാധിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും വന്നു ചേർന്നു ആ അർത്ഥം. കാരണം ആത്മജ്ഞാനമില്ലാത്ത ആളുകളാണ്, അഥവാ ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്ത ആളുകളാണ് സാഖ്യവും യോഗവും വിരുദ്ധമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എന്തില്ല? ഇത് രണ്ടും രണ്ടാണെന്ന് വരുന്നില്ല. ശരി, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അർത്ഥം ഏറെക്കുറെ വ്യക്തമാണ്. അതായത് സാഖ്യം യോഗം, സാഖ്യം എന്നുള്ളത് സന്യാസത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു, യോഗം എന്നുള്ളതാവട്ടെ കർമ്മയോഗത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സാഖ്യത്തിൽ ഉറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, സന്യാസത്തിൽ ഉറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചരേയസത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. പിന്നെ കർമ്മയോഗത്തിൽ ഉറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലും നമുക്ക് എവിടെ എത്താൻ സാധിക്കും? നിശ്ചേയസത്തിൽ എത്താൻ സാധിക്കും. പക്ഷെ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്താ കൂട്ടിച്ചേർക്കേണ്ടത്? ചിത്തശുദ്ധിയിലൂടെ തത്വജ്ഞാനത്തിലേക്ക്, ഉയർന്ന മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ഇങ്ങനെ എടുക്കരുത്, കർമ്മയോഗത്തിൽ ഉറച്ചു വസിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ സന്യാസത്തിൽ ഉറച്ചു വസിച്ചാൽ നമുക്ക് കർമ്മയോഗത്തിൻ്റെ പ്രയോജനവും കൂടി കിട്ടും എന്നുള്ള അർത്ഥം എടുക്കരുത്. രണ്ടിൻ്റെയും ഫലം കിട്ടും ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു വസിച്ചാൽ എന്ന് പറയുമ്പോൾ, കർമ്മസന്യാസത്തിൽ ഉറച്ചു വസിച്ചാൽ നമുക്ക് കർമ്മയോഗത്തിൻ്റെയും കൂടി ഫലം കിട്ടും എന്നുള്ള അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കർമ്മയോഗിക്ക് വേണ്ട ആ ഒരു നിർദ്വന്ദ് ഭാവത്തെ ആർജിച്ചിട്ടുള്ള ആളാണ് കർമ്മസന്യാസി, കർമ്മസന്യാസത്തെ സ്വീകരിക്കുന്നത്. അപ്പം അയാൾ നേരത്തെ ആ കർമ്മയോഗത്തെ അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ ഫലം നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയും കർമ്മയോഗം എന്താ പറയുക, ഉപേക്ഷണീയമായിട്ട് തീരുന്നില്ല. കർമ്മസന്യാസിയെ സംബന്ധിച്ചിടത്തോളം കർമ്മസന്യാസം എന്നുള്ള ആ ഒരു ഫലത്തിലേക്ക്, അഥവാ ആ ഒരു തലത്തിലേക്ക് അയാൾ എത്തുന്നത് പൂർവികമായിട്ട് അയാൾ കർമ്മയോഗത്തിലൂടെ മുന്നേറിയത് കൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നാൽ തന്നെ രണ്ടിൻ്റെയും ഫലത്തെ നേടാൻ സാധിക്കുന്നു എന്ന് പറയാണ്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും, എന്തിനാണ് ഇവിടെ സന്യാസത്തെയും കർമ്മയോഗത്തെയും കുറിച്ച് പറഞ്ഞു വന്നിട്ട് പിന്നെ പെട്ടെന്ന് സാഖ്യത്തെയും യോഗത്തെയും കുറിച്ചിട്ടാണല്ലോ പറയണത് എന്നുള്ളൊരു ചോദ്യം വരും. വിഷയം മാറിപ്പോയില്ലേ? പറഞ്ഞു വന്നത് എന്താണ്? സന്യാസവും കർമ്മയോഗവും. പക്ഷേ അതിനുള്ള മറുപടിയായിട്ടിപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടിപ്പോൾ പറയുന്നത് എന്താണ്? സാഖ്യം, യോഗം. അപ്പോൾ ഇത് ശരിയല്ല. നിങ്ങളിങ്ങനെ ഇഷ്ടം പോലെ തോന്നിയതുപോലെ പറഞ്ഞാൽ ശരിയാവില്ല. നനു സന്യാസ കർമ്മയോഗ ശബ്ദേന പ്രസ്തുത്യ സാഖ്യയോഗയോഹോ ഫലൈകത്വം കഥം ഇഹ അപ്രകൃതം ബ്രവീതി എന്നൊരു ചോദ്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയും. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ന ഏഷ ദോഷ, ആ ദോഷമില്ല. യദ്യപി അർജുനേന സന്യാസം കർമ്മയോഗം ച കേവലം അഭിപ്രേത്യ പ്രശ്ന കൃത. അതായത് അർജുനൻ ഇവിടെ കേവല സന്യാസത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചിട്ടുമാണ് പ്രശ്നം ചോദിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഭഗവാൻ മറുപടി പറയുകയാണ്. അതിൻ്റെ കൂടെ ഭഗവാൻ സ്വന്തമായിട്ടുള്ളൊരർത്ഥവും, അഥവാ അതിലൊരധികം അർത്ഥവും കൂടി കൽപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയും. ഭഗവാൻ തു തത് അപരിത്യാഗേന എവ സ്വാഭിപ്രേതഞ്ച വിശേഷം സംയോജ്യ ശബ്ദാന്തരവാച്യതയാ പ്രതിവചനം ദദൗ സാഖ്യയോഗ ഇതി. അപ്പോൾ അവിടെ സാഖ്യം എന്നുള്ളതിനെ നമുക്ക് വിവിധിഷാ സന്യാസം അല്ലെങ്കിൽ അവിദ്വത്കൃതമായിട്ടുള്ള സന്യാസം എന്നും അർത്ഥമെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വിദ്വത് സന്യാസം എന്നും അർത്ഥമെടുക്കാം. ആ രണ്ടർത്ഥവും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്
ഭഗവാൻ ഇവിടെ സാഖ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. ഏതായാലും തൗ ഏവ സന്യാസ കർമ്മയോഗവും ജ്ഞാന തതുപായ സമബുദ്ധിത്വാദി സംയുക്തവും സാഖ്യയോഗ ശബ്ദവാച്യവും ഇത് ഭഗവതഃ മതം. അതഃ ന അപ്രകൃത പ്രക്രിയ ഇതി. സന്യാസ കർമ്മയോഗങ്ങൾ എന്താണ്? സന്യാസം ജ്ഞാനരൂപമായിട്ടുള്ളതും, അവിടെ വിദ്വത് സന്യാസം എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു ഭാഗം പറയുന്നത്. ജ്ഞാനലക്ഷണമായിട്ടുള്ളത് സന്യാസവും, പിന്നെ തതുപായ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ ഉപായമായിട്ടുള്ള സമബുദ്ധി. സമബുദ്ധി പറഞ്ഞാൽ കർമ്മയോഗ ഫലമായിട്ടൊരാൾ നേടേണ്ട സമബുദ്ധി, നിർദ്വന്ദ്വഭാവം, സമബുദ്ധി. സമബുദ്ധിത്വാദി സംയുക്തവും, സമബുദ്ധി തുടങ്ങിയവയോടൊത്തിട്ടുള്ള യോഗവും. ഇത് രണ്ടുമാണ് സാഖ്യയോഗ സാഖ്യയോഗ ശബ്ദവാച്യം. ഈ രണ്ടുമാണ് സാഖ്യയോഗ ശബ്ദങ്ങളാൽ പറയപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനവും പിന്നെ തതുപായമായിട്ടുള്ള സമബുദ്ധിയും, ഇത് രണ്ടുമാണ് സാഖ്യയോഗ ശബ്ദങ്ങളാൽ പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അപ്രകൃത പ്രക്രിയ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഭാഗത്തെ ശങ്കരാചാര്യസ്വാമികൾ ഉപസംഹരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഒരു സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലേ? നമ്മളെന്ന് വെച്ചാൽ സാമാന്യ, ഇവിടെ ഇരിക്കുന്നവരൊന്നും എന്താ പറയുക, ഇവിടെ ഇരിക്കുന്നവർ സാമാന്യന്മാരാണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയണത്. ഒരു സാമാന്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മയോഗമാണോ സന്യാസമാണോ ശ്രേഷ്ഠം എന്നുള്ള ചിന്തയൊന്നും പൊതുവെ ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുക? പൊതുവെ കർമ്മമാർഗമാണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുക, അല്ലേ? പക്ഷേ ഏത് കർമ്മമാർഗത്തിൽ പോകുന്ന ആൾക്കും ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം വരും. എന്താണ് ചോദ്യം വരിക? എന്താണ് ഈ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത്, അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ ഒരു ദിവസം മരിച്ചങ്ങോട്ട് പോവും. അപ്പം ഈ മരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജീവിതത്തിന്, അല്ലേ? അതിലപ്പുറത്തേക്ക് വേറെ ഒരു ഉയർന്ന അർത്ഥമൊന്നും ഈ ജീവിതത്തിന് ഇല്ലേ? എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ ഇട്ടിട്ട് മരിച്ചു പോവുകയാണ്. അപ്പം അതിനേക്കാൾ വലിയൊരർത്ഥമൊന്നും ജീവിതത്തിന് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം അതിനുള്ള ഉത്തരം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ശാസ്ത്രത്തിൽ നിന്നുമാണ് കിട്ടുന്നത്, അല്ലേ? ഒരു ഉയർന്ന അർത്ഥം ഈ ജീവിതത്തിൽ നമുക്ക് പ്രാപ്യമായിട്ടുണ്ട്. ലക്ഷ്യമായിട്ട് നമ്മൾ അതിനെ വേണം മുൻനിർത്താൻ. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടുള്ള ജീവിതമായിട്ട് നമുക്ക് ജീവിതത്തെ തീർക്കാൻ സാധിക്കുന്ന സമയത്ത്, അതിപ്പോൾ കർമ്മമാർഗത്തിൽ പോയിട്ടായാലും തിരക്കിടില്ല, സന്യാസത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ചിട്ടായാലും തിരക്കിടില്ല, നമ്മുടെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിലേക്കുള്ള ഉപായമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ തീർക്കാൻ സാധിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായിട്ട് തീരും? അർത്ഥവത്തായിട്ട് തീരും. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലേ? എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, കൂട്ടത്തിൽ ഞാനും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പം നമുക്ക് ആ ലക്ഷ്യബോധവും അതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പടിപടിയായിട്ടുള്ള മാർഗവും കാണിച്ചു തരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുരുനാഥനാണ് ഈ ഭഗവത്ഗീത. കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇനി തീർത്തും ലൗകികമായിട്ട് കഴിയുന്ന ആളുകൾക്കായിട്ടുണ്ടെങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തെ എങ്ങനെ ഉദാത്തമാക്കിയിട്ട് തീർക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന എന്താ പറയുക, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു ഗീതാശാസ്ത്രം നമുക്ക് കൂടുതൽ കൂടുതൽ അനുസന്ധാനം ചെയ്യാനും ഉൾക്കൊള്ളാനും ആ ഗീതാമാതാവിൻ്റെ അനുഗ്രഹം നേടാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് തൽക്കാലം ഉപസംഹരിക്കുന്നു. നമസ്കാരം.